അസ്സലാമലൈക്കും. എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്കും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണം. അപ്പോൾ ഇന്ന് പറയുന്നത് എന്താ വെച്ചാൽ, രേണു സുധിയുടെ അച്ഛൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. കാര്യങ്ങൾ വെച്ചാൽ, ഒരു കുട്ടി 5 വയസ്സുള്ള ഒരു ആൺകുട്ടി, അതിനെ നിങ്ങൾ ആരും ഓർക്കുന്നില്ലല്ലോ. ഇതൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ആരും ഓർക്കുന്നില്ലല്ലോ. റിതപ്പനെക്കുറിച്ച് നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. അതാണ് പറയുന്നത്. മറ്റേ കുട്ടി വലുതായി, അവന് 20 വയസ്സായി, 21 വയസ്സായി, അവനൊരു പുരുഷനായി, അവനിനി ഒന്നും വേണ്ട, അവൻ്റെ കാര്യം അവൻ നോക്കിക്കോളും. പക്ഷേ റിതപ്പനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഒരു മനുഷ്യ റിതപ്പനെക്കുറിച്ച് മുണ്ടുന്നില്ലല്ലോ എന്ന് പറയുന്നത്. ഞാൻ റിതപ്പനെക്കുറിച്ച് പറയാം. എനിക്ക് റിതപ്പനെക്കുറിച്ച് പറയാനാണ് ഇഷ്ടം. പിന്നെ റിതപ്പനെ നോക്കാൻ റിതപ്പൻ്റെ അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, തങ്കച്ചൻ അച്ഛനുണ്ട്, അമ്മച്ചനുണ്ട്. അതേമാതിരി തന്നെ നമ്മളെ കിച്ചുവിനെ നോക്കാൻ ഈ പറയണ മാതിരി തന്നെ അച്ഛൻ്റെ അമ്മ മാത്രമാണുള്ളത്. അത് നല്ല വയസ്സായ അമ്മ, ഒരു 65-70 വയസ്സുണ്ടാകും ആ അമ്മയ്ക്ക്. പക്ഷേ റിതപ്പൻ്റെ അമ്മ അങ്ങനെയല്ല. റിതപ്പൻ്റെ അമ്മ ചെറുപ്പക്കാരിയാണ്. കൂടി വന്ന ഒരു 30 വയസ്സൊക്കെ ഉണ്ടാകുള്ളൂ മറ്റേ റിതപ്പൻ്റെ അമ്മയ്ക്ക്. അക്ഷരത്തെറ്റ് വരിക കേട്ടോ. റിതപ്പൻ്റെ അമ്മയ്ക്ക് ഒരു 30 വയസ്സൊക്കെ ഉണ്ടാകുള്ളൂ. ഒരു അംഗത്തിനുള്ള ബാല്യം ഇനിയും ബാക്കിയുണ്ട്. അതിൻ്റെ കൂടെ സപ്പോർട്ടിനായിട്ട് രേണുവിൻ്റെ അച്ഛനും ഉണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനിയിപ്പോൾ ഈ വീടൊന്നും ഇവരാരും തന്നില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും റിതപ്പനെ നോക്കാൻ ഒരു പാടുമില്ല. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, ഒരു തൊഴിലുറപ്പിൻ്റെ ഒരു തൊഴിൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ 350 ഉറുപ്പ്യ എന്ന കൂലിയുണ്ട്. സുഖമായിട്ട് ജീവിക്കാം. ഇനിയിപ്പോൾ അത് ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. അതല്ലെങ്കിൽ തന്നെ 5 വയസ്സുള്ള ഒരു ആൺകുട്ടിനെ നോക്കാൻ ഒരു പാടുമില്ല എന്നാണ് ഞാൻ പറയണത്. നിങ്ങൾ വന്നോളി, നിങ്ങൾ ഏറ്റെടുത്തോളി, നിങ്ങൾ നോക്കിക്കോളിയും, വീടും നിങ്ങളെടുത്തോളിയും, റിതപ്പനെ നിങ്ങളെടുത്തോളിയും എന്ന് പറയുമ്പോൾ 5 കുട്ടികളെ, എത്തിയമായ കുട്ടികളെ നോക്കുന്ന അമ്മമാർ ഇവിടെ ഉണ്ട്, 3 മക്കളെ നോക്കുന്ന അമ്മമാർ ഇവിടെ ഉണ്ട്. അതല്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയ അറിയാത്ത അമ്മമാർ ഇഷ്ടം പോലെയുണ്ട്. ഈ അച്ഛനോ അമ്മയോ മരിക്കുമ്പോഴത്തേന് ആരെങ്കിലുമൊക്കെ വന്ന് നോക്കട്ടെ, ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് ചിന്തിക്കാതെ ഈ സോഷ്യൽ മീഡിയയിലുള്ളവർക്കല്ലേ ഇപ്പം ഇങ്ങനത്തെ ഒരു സഹായം കിട്ടുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഇങ്ങനെ കിട്ടുന്നൊന്നുമില്ലല്ലോ. അത് സുധിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ, സുധി ഇങ്ങനെ ഒരു കലാകാരനായതുകൊണ്ടാണ് സുധിക്ക് അങ്ങനെ കിട്ടിയത്. ഒരു സർവ്വസാധാരണ ആരും അറിയാത്തൊരു നാട്ടുമ്പുറത്തുകാരനായിരുന്നെങ്കിൽ ഇതൊന്നും കിട്ടൂലായിരുന്നു. ഈ വീടും കിട്ടൂലായിരുന്നു, സ്ഥലവും കിട്ടൂലായിരുന്നു, സഹായങ്ങളും കിട്ടൂല. അവർ മരിച്ചു പോകും. കൊച്ചിൻ്റെ അമ്മയും കൊച്ചുണ്ടാവും, വേണമെങ്കിൽ കുടുംബം ഉണ്ടാവും, വീട്ടിലാക്കി ജോലിക്ക് പോകാം, അവരാ കൊച്ചിനെ വളർത്തണം. ഒരുപാട് മക്കളൊന്നുമില്ല, 5-8 എണ്ണമൊന്നുമില്ലല്ലോ, ഒരെണ്ണല്ലേ ഉള്ളൂ. ആ ഒരെണ്ണത്തിന് നോക്കാൻ എത്ര പാടുണ്ടോ? എത്ര പാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നോക്കുന്നത് ഇവിടെ കാണുന്നുണ്ട്, മറ്റുള്ളവർ നോക്കുന്നത് കാണുന്നുണ്ട്. പിന്നെ വീട് നിങ്ങൾ ഏറ്റെടുത്തോളിയും, റിതപ്പനി നിങ്ങൾ ഏറ്റെടുത്തോളിയും എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ആരും ഏറ്റെടുക്കാൻ ആരോ വന്നിട്ടുണ്ട്, തന്നോളൂ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട്. ഒരു റിതപ്പനെ നോക്കാൻ ഇത്രയ്ക്ക് കഷ്ടപ്പാടാണോ രേണു സുധി എന്ന അമ്മയ്ക്ക്, അമ്മയുടെ അച്ഛനും? ഇത്രയ്ക്ക് കഷ്ടപ്പാടുണ്ടോ? അത്ര കഷ്ടപ്പാടുണ്ടെങ്കിൽ 6-7 നോക്കി വളർത്തി വരുന്ന അമ്മമാരും അച്ഛന്മാരൊക്കെ എത്ര കഷ്ടപ്പെടണം. കഷ്ടപ്പാടില്ലാതെ നോക്കാൻ പറ്റില്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഷ്ടപ്പെട്ടാൽ തന്നെ മക്കളെ നോക്കാൻ പറ്റുള്ളൂ. ഇതിനേക്കാൾ കൂടുതൽ മക്കളുള്ളവർ ഭർത്താവ് മരിച്ചിട്ടും ഭാര്യ മരിച്ചിട്ടും മക്കൾ നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. വൈകുന്നേരം വരെ കൂലിപ്പണിക്ക് പോയിട്ട് അമ്മമാരില്ലാത്ത വീട്ടിൽ അച്ഛന്മാർ മാത്രമായിട്ട് നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ടും ആ മക്കൾക്ക് പിടിയും വലിയാണ്. കാരണം ഞാൻ ഒരു വീടില്ല, വാടകയ്ക്ക് താമസിക്കണ അവറ്റങ്ങളൊക്കെ നമ്മളോട് വന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്നത്, അല്ല നുണ പറയുന്നതല്ല. ഉമ്മ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു, നമുക്ക് വീടില്ല, നമ്മൾ വാടകയ്ക്കാണ്, നമ്മളെ അച്ഛനും മക്കളും വാടക റൂമിലിരുന്നിട്ടാണ്, അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട്, നമ്മൾ നോക്കണുണ്ട് എന്നുള്ളത് അവറ്റങ്ങൾ വിഷമത്തോടെ അമ്മ എന്ന് എന്നെ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ഒരു കുട്ടി 5 വയസ്സായ ഒരു ഋതപ്പനെ നോക്കാൻ ഇത്രക്ക് കഷ്ടപ്പാടാണോ ഈ തങ്കച്ചനെന്ന രേണുവിൻ്റെ അച്ഛനും രേണുവിനൊക്കെ? ഒന്നല്ലേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ലല്ലോ. അതിലന്ന് ഇത്ര വിഷമിക്കണമെന്ന് എനിക്ക് തോന്നണില്ല, അത്ര കഷ്ടപ്പാടാണെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ പല വീഡിയോസുകൾ ഞാൻ കണ്ടു, നിങ്ങളെ മക്കളെ നിങ്ങൾ, ശരി തന്നെയാണത്. കാരണം നിങ്ങളെ മക്കളെ നിങ്ങൾ നോക്കണം, അല്ലാതെ ആര് നോക്കാനാ? ഇപ്പം എല്ലാ മനുഷ്യന്മാരും വിവാഹം കഴിഞ്ഞു 2-3 മക്കളാകുമ്പോഴത്തേന് ഭർത്താവ് മരിച്ചുപോയി അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയി വെച്ചിട്ട് നാട്ടുകാർ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? നാട്ടുകാരാണോ? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇറങ്ങിയത് കൊണ്ടല്ലേ ഈ നാട്ടുകാർ ഏറ്റെടുക്കണം, നാട്ടുകാരത് അറിയുന്നതും ചെയ്യുന്നതും പറയുന്നതല്ല. ഇതിനു മുമ്പേ നമ്മളെ മറ്റേ ലോകത്തും കേരളത്തിലും ഭാര്യയും ഭർത്താക്കന്മാരും മക്കളെ ഇട്ട് മരിച്ചു പോയിട്ടുണ്ടല്ലോ, ഉപേക്ഷിച്ച് പോയിട്ടുണ്ടല്ലോ, അമ്മ ഇട്ട് പോയിട്ടുണ്ടല്ലോ, അച്ഛനിട്ട് പോയിട്ടുണ്ടല്ലോ. എന്നിട്ട് ആ മക്കളെ നോക്കുന്നില്ലേ? അവർ നോക്കുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ വരാത്ത ഒരുപാട് ആൾ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒരു 5, 6, 10 സ്ത്രീകളും പുരുഷന്മാരും ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പുറം ലോകം അറിയാതെ കിടക്കുന്നുണ്ട്. അച്ഛന്മാരും അമ്മമാരും മരിച്ചു പോയിട്ടും ഇട്ട് പോയിട്ടും മക്കളെ നോക്കുന്ന ആൾക്കാർ. ഒരു കുട്ടിനെ വെച്ച് നോക്കാൻ പറ്റില്ല എന്ന് കഷ്ടപ്പാട് രേണുവിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടാ എന്തൊക്കെയോ വല്ലാത്തൊരു ഭാരം എടുത്ത് തലയിൽ വെച്ച മാതിരിയാണ് ഇപ്പോൾ 5 വയസ്സുള്ള ഒരു കുട്ടീനെ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ വന്ന് ഏറ്റെടുത്തോളൂ, വീട് നിങ്ങൾ ഏറ്റെടുത്തോളൂ, ഋതപ്പനെ നിങ്ങൾ ഏറ്റെടുത്തോളൂ, വന്ന് ഏറ്റെടുത്തോട്ടെ, ചെയ്തോട്ടെ, നോക്കിക്കോട്ടെ. എന്താ ഒരർത്ഥമില്ലാത്ത വർത്താനങ്ങൾ പറയുന്നത്? ഇതൊക്കെ എന്താ അർത്ഥമുള്ളത് ഈ വർത്താനത്തിനൊക്കെ? ഏതായാലും ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എന്താ പറയുക, ഞാൻ ഋതപ്പനെ എനിക്ക് തരുമായിരുന്നെങ്കിൽ ഞാൻ നോക്കിയിരുന്നു. എനിക്കൊന്നും വേണ്ട, സ്ഥലവും വേണ്ട, വീടും വേണ്ട, ഒന്നും വേണ്ട. ഋതപ്പനെ മാത്രം നിയമപരമായിട്ട് എഴുതി ഒപ്പിട്ട് തരികയാണെങ്കിൽ ഞാൻ നോക്കും ഋതപ്പനെ. ഒരു 5 വയസ്സായ ആൺകുട്ടിയല്ലേ, എല്ലാ കേടും കഴിഞ്ഞു. ഇനിയിപ്പോൾ അവന് ചെയ്യേണ്ടത് എന്താ? അലക്കി കുളിപ്പിച്ച് ഭക്ഷണവും വസ്ത്രവും കൊടുത്ത് വല്ല സ്കൂളിലേക്കും പറഞ്ഞു വിടണം. അത് മാത്രമാണ് അവനുള്ള നമ്മൾ ചെയ്യേണ്ടത്. അതൊരു 18 വയസ്സ് വരെ ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കാൻ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരെണ്ണത്തിന് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ, നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഒരു കുട്ടീനെയൊന്നും പഠിപ്പിക്കാം. 10ാം ക്ലാസ് വരെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചാൽ മതി. പിന്നെ നല്ല പഠിപ്പുള്ള മക്കളാണെങ്കിൽ +1ഉം +2 അതിൽ കിട്ടും. അല്ലാത്ത മക്കളാണെങ്കിലാണ് ട്യൂഷൻ കൊടുക്കേണ്ടി വേറെയുള്ള സംഭവങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതേതിലും ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. വീണ്ടും കാണാം. ആയസോടെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? ചിലപ്പോൾ ഏത് നേരത്തെ തല പോകുമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നടക്കുന്നത്. ചിലപ്പോൾ ഏത് നേരത്തെ നമ്മളെ മുറ്റത്തെ ആൾക്കാർ വരുമെന്ന് അറിയില്ല അടി കൂടാൻ. ശരി എന്നാൽ.